ആ കൊള്ളാം, നല്ല ഉരുപ്പടിയാ. കവരയില്ലാതെ ഒരു 100 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. പലരും വന്ന് ചോദിച്ചതാ, കൊടുത്തില്ല. ഇപ്പൊ കാശിന് ഇത്തിരി അത്യാവശ്യം വന്നു. നിങ്ങൾക്ക് ആ യോഗം തോന്നുന്നു. കണ്ടല്ലോ, ഇതായിരുന്നു ശരിക്കും ഞാൻ. ഒരു പറമ്പിന്റെ നടുക്കിങ്ങനെ തലയുയർത്തി പിടിച്ച് നിന്നിരുന്ന ഒന്നൊന്നര അഞ്ഞിലി. ഹലോ അരുൺ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. യുനോ, അതേ ബാങ്കിൽ താമസിക്കുന്ന ഒരു കുട്ടി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. താമസിക്കുന്നുണ്ടല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും ഇതിൽ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. പിന്നെ പിന്നെ പിന്നൊന്നുമില്ല. മാമോളെ, വേണ്ടെന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ആലോചിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്താ ഇങ്ങനെ ഇരിക്കും. ഇവനെന്തായിരുന്നു ഈ പെറുവർക്കുന്നേ? ഇന്നലെ ചായക്കപ്പ് കൊണ്ടുവന്നപ്പോ ഒന്ന് തലേന്ന് പൊക്കി നോക്കായിരുന്നു. ഇതിപ്പോ ചുണ്ടോളം എത്തിയ പാൽപ്പായസം പോയ പോലെയായി. എന്താടാ നീ എന്നോടൊന്നും തോന്നരുത്. എന്ത് തോന്നല്? എനിക്ക് അവളുടെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആരുടെ? സ്വാതിയുടെ. എന്നോട് ഇത് വേണ്ടായിരുന്നു. എനിക്ക് അവളെ മറക്കാനുള്ള ടൈമെങ്കിലും നീ തരേണ്ടത്. അത് കറക്റ്റ്. നീ അവന് മറക്കാനുള്ള ടൈം കൊടുക്കണമായിരുന്നു. എടാ, അവളെ എന്നെ ഇവനെ മറന്നു കാണും. അതെ അതെ, ആരെങ്കിലും ഒരാൾ മറന്നാ പോരെ സുവിനെ. അന്യന്റെ പെണ്ണ് മോഹിക്കരുത്. ആരാ അന്യന്റെ പെണ്ണ്? സുവിന്റെ പെണ്ണല്ലേ? എടാ പ്രസാദേ, നിനക്കറിയില്ല എത്ര നാളായി ഞാൻ പെണ്ണ് അന്വേഷിക്കുന്നത്. മാട്രിമോണി ആപ്പ് വന്നിട്ടുള്ള എന്റെ കല്യാണം കഴിഞ്ഞില്ല. ഈ ഒരു കാര്യത്തിൽ നീ എന്റെ കൂടെ നിൽക്കണം. 100%. എടാ സുവിനെ, അന്ന് നിന്റെ കൂടെ പെണ്ണ് കാണാൻ വന്നതും നിനക്ക് പൊക്കം കുറഞ്ഞതും പിന്നെ അവൾക്ക് ബാംഗ്ലൂരേക്ക് ട്രാൻസ്ഫർ ആയതും എല്ലാം ഒരു നിമിത്തോടാ. അതും കറക്റ്റാണ്. എടാ, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി ഒരു പൊക്കം കുറഞ്ഞാലുള്ള സുന്ദരി കൊച്ചിനെ നമ്മൾ കണ്ടുപിടിക്കും. നീ കൊച്ചു പയ്യനല്ലേ, ഇവനെ പോലെ പ്രായമൊന്നും കടന്നു പോയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാം ഓക്കെയാണ്. അത് ശരിയാണ്. ഹലോ മോളു. അയ്യോ, ഒരു അരമണിക്കൂറിലെത്തും. വച്ചോ. മോളാണ് വീട്ടിൽ നിന്ന്. കുറച്ച് കണക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയായിരുന്നു. ബുധനാഴ്ച പിടിച്ച പതിയല്ലേ? പോട്ടെ, ശരി. ഭാര്യത്തോടെ പേടിയാടാ. പോണ പോക്കണ്ടില്ലേ? കണക്ക് പറയാനല്ല, ചപ്പാത്തി കൊടുക്കാൻ പോയതാ. ഓ, ഇതിന് വീട്ടിൽ പോയി കുഴച്ചുണ്ടാക്കി തീറ്റിച്ച്. 500 ഇല്ലപ്പാ, 100 ರೂಪಾಯಿ നോട്ട് മാത്രമേ ഇടൂ. പ്ലീസ് ഫിൽ ദിസ്. ഓക്കെ സാർ. എടാ, നീ ഇങ്ങനെ മടിയും പിടിച്ചിരിക്കാണ്ട് അമ്മയെ വിളിക്കുക. കാര്യങ്ങളൊന്നും തുടങ്ങി വെക്കുക. അത് വേണോ? ഇല്ലെങ്കിൽ അവളെ വേറെ ആമ്പിളാരും കൊണ്ടുപോകും. നീ ഇവിടെ കുന്തവും വിഴുങ്ങിയിരിക്കും. ഹലോ ഹലോ അമ്മേ. എന്താടാ? അല്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, ഒന്നുമില്ല. അത് പിന്നെ മറ്റവളെ, അവൾക്ക് ഹോസ്റ്റലൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തു. ആർക്ക്? മറ്റവളില്ലേ, ദിവ്യയുടെ കൂട്ടുകാരി. ഓ, അറിഞ്ഞായിരുന്നു. അവളൊരു വാക്ക് വിളിച്ച് ദിവ്യയോട് പറഞ്ഞില്ല. ഇവളിവിടുന്ന് അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. ഒരു വാക്ക് വിളിച്ചു പറയണം, അതല്ലേ അതിന്റെ മര്യാദ. അതെ അല്ലേ? ഹലോ ഹലോ. എന്താ അവർക്കൊന്ന് വിളിച്ചാല് അതൊരു മര്യാദയല്ലേ? എല്ലാത്തിനും ഞാൻ മര്യാദ. ആദ്യം നീ മര്യാദ പഠിക്കും, എന്നിട്ട് മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കും. ഇഡിയോട്ടിക് ഫെലോ. താനെന്തോടെ ഇവിടെ ഇരിക്കുന്നത്? അയ്യോ, കസ്റ്റമർ ആയിരുന്നു. എല്ലാ ഇഡിയറ്റ്സാണ്. എടാ, നിനക്ക് അവളോട് നേരിട്ട് വിളിച്ചെങ്കിൽ ചോദിച്ചാൽ എന്താ? അത്
ഓ ഇനി ഇഷ്ടമാണെന്നെങ്ങാനും പറഞ്ഞാൽ നിന്റെ ജാതകം പ്രശ്നമല്ലേ? അത് ശരിയാണ്. ആ നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ യാതൊരു കാരണമല്ലാതെ പ്ലൂട്ടോയെ പുറത്താക്കിയിരിക്കുന്നത്. ആ സമയം കൊണ്ട് ചൊവ്വ എങ്ങാനും പുറത്താക്കിയിരുന്ന എത്ര കല്യാണം നടന്നേനെ. ഇഷ്ടം. എടാ അതവിടെ നിൽക്കട്ടെ. ഒരു ഐഡിയ ഉണ്ട്. നീ നിന്റെ വീട്ടുകാരെ കൊണ്ട് അവരുടെ വീട്ടുകാരെ അങ്ങോട്ട് വിളിപ്പിക്കും. നിങ്ങൾ രണ്ടുപേരും അല്ലാണ്ട് മൂന്നാമതൊരാൾ അവളെ കെട്ടരുത്. പിന്നെ അവളുടെ വീട്ടിലോട്ട് ഇവൻ പോകാൻ പോലെ നടന്ന തന്നെ. അത് ശരിയാ. ചെക്കൻ ഭയങ്കര അഭിമാനിയാണല്ലോ. ഡാടാ ഇനിയൊന്നും നോക്കാനില്ല. നീ നേരിട്ട് അവളെയും വിളിക്കും. നമ്മുടെ മറ്റേ ബോസ് പറഞ്ഞില്ലേ ആഴിയിലേക്ക് ആടിയാല് മറ്റേ എന്തെന്ന് സ്രാവിനെ കിട്ടുള്ളൂ. അയാൾക്ക് എന്തും പറയാം. ഇപ്പൊ കിട്ടും. ഇവൻ ചാടിയാൻ മിനിമം 4 കിട്ടും. എന്ത് എടാ നീ വിളിക്കടാ വിളിക്കടാ. ഇപ്പൊ കിട്ടും. നീ ഇവനോട് മിണ്ടാതിരിക്കാൻ പറ. നീ മിണ്ടാണ്ടിരിക്കുക കേട്ടോ. റിങ് ചെയ്യുന്നുണ്ട്. റിങ് ചെയ്യട്ടെ. ഹലോ ഹലോ എന്ന് പറഞ്ഞു. ഫോൺ വിളിച്ച പിന്നെ ഹലോ എന്നല്ല വന്ധ്യമാതിരി ഒന്ന് പറയൂ. നീ ഫോൺ വിളിക്കേ. വിളിക്കേ. വിറയ്ക്കുന്നു. ഹലോ ഹലോ. അരുൺ ചേട്ടാ, സ്വാതിയുടെ ഐഫോൺ ആണല്ലേ? ആപ്പിൾ. സാംസങ് ആണ് പൊട്ടിത്തെറിച്ചേനെ. അല്ല എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. കാര്യമല്ലേ? ഇപ്പോ എനിക്ക് ഇപ്പോ പ്രായമായി വരികയാണല്ലോ. മുടിയൊക്കെ നരച്ചു തുടങ്ങി. കുറച്ച് ഈ സൈഡില്. കുറച്ച്. എനിക്ക് കുക്കുട്ടിയെ പറഞ്ഞോ. എനിക്ക് കുട്ടീനെ എന്നെ കുട്ടി. നിങ്ങൾ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ കടക്കല് കോടാലി വീണുകൊണ്ടിരിക്കണ ഒച്ചയാണ്. ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യാം, ഞാനിങ്ങനെ തലയും പൊക്കി പിടിച്ച് നിന്നാലേ കഥ മുന്നോട്ട് പോവില്ലല്ലോ. എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്ന് ചോദിക്കണം. അയ്യോ അത് വേണ്ട. കുട്ടിക്കൊക്കെയാണോ? അച്ഛനും അമ്മയും പറഞ്ഞ എനിക്ക് സമ്മതം. അതെല്ലേ? ജാതകപ്പുറത്ത് നോക്കാൻ ജനനസമയം തരുമോ? ജനനസമയമൊക്കെ പക്ഷെ അമ്മയോട് ചോദിക്കണം. എന്നാ ജനതീയതി നക്ഷത്രം കുറിച്ച് തന്നാലും മതി. ഞാനിങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഇല്ല? ശരിക്കും? ശരിക്കും. ഇത് കണ്ടോ? ഇത് കലണ്ടർ അല്ലേ? അത് മനോരമ തന്നെ. ഇതിലിപ്പോ ഇത്ര കാണാതിരിക്കുന്നേ? അതല്ല മനുഷ്യ, മാസം 4 കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞിട്ട് മാസം 4 ആയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചൂടും ഉഷാറും ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ ഫോൺ എടുത്തൊന്ന് വിളിച്ചാൽ. അല്ല, അത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ചല്ലേ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ച വിളിച്ചാ പോരെ? നമ്മൾ എപ്പോഴും വിളിച്ചാലേ അവർക്കൊരു ചൂടും ഉഷാറും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഉഷാറുണ്ടായിട്ട് എന്താ കാര്യം? ആ ദിവ്യക്ക് ബാങ്ക് ജോലി കിട്ടണ്ടേ? അമ്മേ, SBI കുറെ പുതിയ പോസ്റ്റൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. ഓ, എല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. സ്വാതിയുടെ അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നു കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയിന്ന്. കേട്ടോ, അവനോട് അവര് വിളിച്ച് ചോദിക്കുന്നത് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായിന്ന്. കല്യാണം ചെറുക്കനെ വിളിച്ചിട്ടാണോ ഏർപ്പാട്? ഇവിടെ കാരണവന്മാര് ചത്തുപോയിട്ടില്ലെന്ന് പറഞ്ഞാല്. അതെ, അവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലേ വിവരാവകാശ കമ്മീഷനെ കൊണ്ട് ഒരു പരാതി കൊടുക്കാൻ പറ. അവര് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ അമ്മേ. ആഹാ, ഇപ്പൊ നീ അവരുടെ ഭാഗമായോ? അതെ, കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു രീതി സമയമൊക്കെ ഉണ്ട്. അമ്മേ, ദിവ്യ സാദി ഒരേ പ്രായമല്ലേ? അപ്പൊ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് സാദിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അവള് ബാങ്ക് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകത്തില്ല അമ്മേ.
ആ നീണ്ടു പോട്ടെ. ഒരു കല്യാണമല്ലേ മുടങ്ങിയുള്ളൂ എന്ന് പറഞ്ഞ് നിന്റെ മൂക്കി പല്ലൊന്നും മുളച്ചിട്ടില്ലല്ലോ. ഒരു കല്യാണക്കാരൻ വന്നിരിക്കുന്നു. അല്ല എന്താ കണ്ടു വിളിച്ചോണ്ടിരിക്കുവാ? മര്യാദക്ക് തേങ്ങ തരണ്ട മനുഷ്യ. അരച്ച് കറി വെക്കാനുള്ളതാ. ഈശ്വര, 12-ാം തീയതി ഇങ്ങ് എത്തിയല്ലോ. കല്യാണം ഇങ്ങ് അടുത്തു. ഈശ്വര, 13-ാം തീയതി 2 മാസത്തെ പാലിന്റെ പൈസ. ആപ്ലിക്കേഷൻ. ബാങ്ക് ഓഫ് ബറോഡ, ദേന ബാങ്ക്, അതെ അതെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ. അതെ. ബിക്കാനീറോ? എന്റെ ഗുരുവായൂരപ്പ, ഇവിടുത്തെ എന്ത് ഭാവിച്ചുണ്ടാ? ദിവ്യേ, മോള് പുതിയ ബാങ്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വന്നായിരിക്കും അല്ലേ? എന്താവോ ഇവിടെ ഒന്നും സ്ഥലമില്ലാണ്ട് ബിക്കാനീർ. പഴയ പ്ലാസ്റ്റിക് ചക്കിൽ നിന്ന് 10,000. നമ്മുടെ കച്ചവടം കേറ്റോ കേട്ടോടി. ചന്ദ്രന്റെ ചായക്കടയിൽ ആഴ്ചയിൽ ഒരു 4 കുപ്പി വെച്ച് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെനോയില് 4 കുപ്പി പെനോയില്. SBT 3000 ഒഴിവ് വിളിച്ചിട്ടുണ്ട്. നീ അപേക്ഷിച്ചില്ലേടി? അമ്മ ഒന്നും അറിഞ്ഞില്ലേ? SBT SBI തമ്മിൽ ലയിപ്പിക്കാൻ പോവാ. എനിക്ക് ബിക്കാനീർ മതി. ബിക്കാനീറോ? അതോടി. പങ്കജാശന ഇന്നാ. ഹലോ ഹലോ. ഹലോ. എന്തൊക്കെയുണ്ട് പവിത്ര വിശേഷങ്ങൾ? അല്ല, ഇപ്പൊ വിശേഷങ്ങളായിട്ട് അങ്ങനെ അല്ല, നമുക്ക് വിശേഷങ്ങളൊക്കെ ശരിയാക്കണ്ടേ? കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിയാറായി. അല്ല അത് പിന്നെ ഈ മോക്ക് പിന്നങ്ങോട്ടൊരു ആലോചനയൊന്നും വന്നില്ല. അവള് പിന്നെ ഈ ബാങ്കിന്റെ മറ്റേ ടെസ്റ്റിന്റെ ഈ റിസൾട്ട് ഒക്കെ വന്നിട്ട്. അല്ല, കുടുംബക്കാരൊക്കെ ചോദിക്കുന്നു. ഞങ്ങള് അവരോടൊക്കെ എന്ത് പറയും? അല്ലാതെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇങ്ങതാ ഞാൻ പറയാം. അല്ല അത് പിന്നെ ഞാനും ഇവിടെ ഒന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ഓർത്തത്, ചെറുക്കന്റെയും പെണ്ണിന്റെയും അമ്മമാര് തമ്മിലും സംസാരിക്കും. അല്ല അത് വേണോ? അത് വേണമല്ലോ, ഞാൻ കൊടുക്കാം. കൊടുക്കാം. പിള്ളേരുടെ അച്ഛൻ പറഞ്ഞത് ശരിയാ ചേച്ചി. ചേച്ചീന്ന് ആ മുറുകിത്തള്ള എന്നെ വിളിക്കുക ചേച്ചീന്ന്. കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്നേ. മാത്രമല്ല, ഒരു ജോലി കിട്ടാതെ എങ്ങനെ പെങ്കൊച്ചിനെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്? നമ്മുടെ കാലം കഴിഞ്ഞാൽ അവര് ജീവിക്കണ്ടേ? നമ്മൾ വാക്കാൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ സുകുമാരി ചേച്ചി? ഇവിടെ പന്തലുകാരൊക്കെ ചോദിക്കുക കല്യാണം എന്താ മാറിപ്പോയോന്ന്. ഞങ്ങൾ ബന്ധുക്കാരോടും നാട്ടുകാരോടൊക്കെ എന്ത് പറയും? അവരോടൊക്കെ ചെറുക്കന്റെ പെങ്ങൾക്ക് ജോലി കിട്ടിയില്ലാന്ന് പറയാനൊക്കോ സുകുമാരി ചേച്ചി? അവളെ ഉരുളിയും കൊട്ടകം ഒക്കെ കമത്തി പെറാതിരുന്നേനെ ഞാൻ അങ്ങനെ അവളുടെ ചേച്ചിയാവും. അതെന്നാ വർത്തമാനമാ? ദിവ്യ സ്വാതി ഒരേ പ്രായമല്ലേ? അപ്പൊ ഞങ്ങളുടെ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വാതിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അതൊക്കെ നമ്മളൊന്ന് ഓർക്കണ്ടേ? ദിവ്യക്ക് കല്യാണം നടക്കാത്തതേ അവളുടെ അഹമ്മദിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് കൊണ്ടാ. അവക്ക് ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പുണ്ടെന്ന് വിചാരിച്ചേ നിങ്ങൾ വേണ്ടേ സമയത്തിന് കല്യാണം നടത്താൻ? ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പോ? പഠിക്കാൻ പോകുന്ന ഒരു പെൺകുച്ചിനെ കുറിച്ച് പറയാൻ കൊള്ളാവുന്ന വർത്താനമാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അതെ, നിങ്ങളുടെ മോൾക്ക് ആദ്യം ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കളിക്കണ്ട. നിങ്ങൾ പോ പെണ്ണുമ്പിള്ള. ഞങ്ങളുടെ മോനെ നിങ്ങളുടെ തലതെറിച്ച പെണ്ണിനെ വേണ്ട. ഇതേ അടക്കൊതുക്കുള്ള പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടാ. ഞങ്ങൾക്ക് പണ്ടേ വേണ്ടതല്ലേ. ചോദിച്ചോ? ദാമ്പത്യ ജീവിതത്തിൽ കുഴക്കല് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ആ ബ്രോക്കർ എന്നെ വിളിച്ചിരുന്നു സ്ഥലം കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ട്. സ്ഥലത്തിന്റെ വില കൂടി വരുന്നുണ്ട് പോലും. എന്റെ ഫോൺ വന്ന് കേട്ട് അവിടെ ഉണ്ടോ? എവിടെയാണെങ്കിലും കാണും. ആ വൈബ്രേഷൻ മോഡിലായിരിക്കും. ആഹാ, അടിച്ച് ഫിറ്റായിരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുവാണ്. ഹലോ. ചതിയോ? എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അരുണേട്ടൻ അമ്മ എന്റെ അമ്മയോട് നിങ്ങളുടെ തല തെറിച്ച മോളെ എന്റെ മോന് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി എന്നെ ചതിക്കുമായിരുന്നു. എടാ, ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോയതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എടാ, അതാണോ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? നീ വീട്ടിൽ വിളിച്ച് കാര്യം ചോദിക്കൂ. അമ്മ അപ്പോഴത്തെ ദേശത്തിന് അങ്ങനെ പറഞ്ഞോളൂ, പോട്ടെ. എന്നാലും തലറിച്ച കുട്ടി എന്നൊക്കെ പറയാൻ പാടുണ്ടോ? ഞാനേ അന്നേരത്തെ ദേശത്തിന് പറഞ്ഞതല്ലടാ.
ഇതേ കുറച്ച് നാളായിട്ട് പറയാൻ വെച്ചതാ. നമുക്കേ ഈ ബന്ധം വേണ്ട. അമ്മേ അരുണേ, ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. വഴക്കം മക്കളായിട്ട് കല്യാണം നടത്താന്ന് വെച്ചാ ഇങ്ങതാ ദിവ്യക്ക് ബാങ്ക് ജോലി കിട്ടിയില്ലാന്ന് വെച്ചാ ഞങ്ങളുടെ മോളിവിടെ മൂത്ത് നരിച്ച് നിൽക്കണമെന്നാണോ? എന്ത് പറഞ്ഞടാ? വീട്ടുകാരെ തമ്മിലടി. എടാ നീ എപ്പോഴും ഈ പഴങ്കഞ്ഞി പോലെ നിൽക്കാതെ. എടാ ഈ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഈ കല്യാണം കൂടാനും പിന്നെ ബിരിയാണി കഴിക്കാനൊക്കെ കാണുള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതമാണ്. നീ ഒരു തീരുമാനം എടുക്ക്. ലോകത്തേത് ശക്തി എതിർക്കുവാണെങ്കിലും ഈ അരുൺ പവിത്രൻ എന്ന ഞാൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് സ്വാതിയായിരിക്കും. ഈ രാത്രി തന്നെ നാട്ടിലേക്ക് പോകും. കല്യാണ തീയതി കുറിച്ച് ഇനി ബാംഗ്ലൂരിലേക്ക് മടങ്ങും. പോരെ? മുഴുവൻ കുടിച്ചു. ആ സോപ്പ് ഇട്ടാ. സോപ്പൊക്കെ തേക്കാറുണ്ടോ? എടാ നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ അത് മതി. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നല്ലേ. എല്ലാം പൊളിഞ്ഞല്ലേ? ആ ദിവ്യയുടെ ഒരു ബാങ്ക് ജോലി. എടാ ബാങ്ക് ജോലിക്ക് എന്തൊരു കുഴപ്പം? നീ ബാങ്കിലല്ലേ? പിന്നെ അവളെ പോലെ എഞ്ചിനീയർ പഠിച്ചിട്ട് അത് നടക്കൂലെന്ന് കണ്ടപ്പോ ബാങ്കിൽ കയറി. എടാ നിന്നെ പോലെ തന്നെ അവളും എൻ്റെ മരുമോളാ. ആ കാര്യം നീ മറക്കരുത്. മാമാ, ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് കഴിക്കും. എന്തത്? ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് കഴിക്കുന്നു. എടാ നിക്കടാ. എത്ര പേരാ കല്യാണ ഇഷ്ടത്തിന് വന്നത്? അവരോടൊക്കെ ഇനി എന്തു പറയും? 6 മാസം കഴിഞ്ഞ് കല്യാണം നടത്താന്ന് പറഞ്ഞല്ലേ? അവര് പന്തൽ വരെ ഏർപ്പാടാക്കി മാമാ. അവര് പന്തലിട്ടതാന്നോടാ വലിയ കാര്യം. എടി ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൻ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തേക്ക് ചാടുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ വല്യേച്ചി അവനങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്താ നമ്മുടെ കുടുംബത്തിന് മാന പോണം. ചെറുക്കനും മണം കൂടെ വിളിച്ചോടി പോയി കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴാ 2 കൂട്ടരും കൂടെ ഒന്നിച്ചതേ. അല്ലെങ്കിൽ 2 കൂട്ടരും കൂടെ തമ്മിൽ തല്ലി പിരിഞ്ഞു പോയവരാ. അതെ. ദിവ്യ എന്തേ സുകുമാരി ചേച്ചി? അവൾക്കിന്ന് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പരീക്ഷയുണ്ട് ചേച്ചി. എടോ പെണ്ണു വീട്ടുകാര് ആടി കളിക്കുന്നുണ്ടല്ലോ. ഇത് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചേക്കണം. കുറച്ച് മണലും കൂടെ ചർച്ചയ്ക്ക് വാർത്തകളെ. അപ്പോ നമ്മളെല്ലാരും പറഞ്ഞ പോലെ മലയാള മാസം മേടവം 29 കല്യാണം. എന്തേ? അതിന് 2 ആഴ്ച മുമ്പ് നമ്മൾ കല്യാണ സാരിയും ആഭരണമൊക്കെ എടുക്കും. എല്ലാവർക്കും സമ്മതല്ലേ? മാറ്റൊന്നുമില്ലല്ലോ. നീയും കൂടെ അച്ഛാ പോവാം. അമ്മ വരുന്നില്ല. അതെന്ത് പരിപാടിയാ അമ്മേ? നമുക്കെല്ലാവർക്കും വേണ്ടിയല്ലേ ഡ്രസ് എടുക്കുന്നേ? അവരോടെന്ത് പറയും ഇനി? ഇത് നിനക്ക് വേണ്ടി മാത്രം നടത്തുന്ന കല്യാണമല്ലേ? അപ്പൊ നീ തന്നെ ചരക്കെടുക്കാൻ പോയച്ചാ മതി. എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞേര്. അമ്മ തമാശ കളിക്കാതെ വാ അമ്മേ. എടാ ഈ പെണ്ണ് വീട്ടുകാരെ അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ നടത്തുന്ന പരിപാടിയാണ് ഈ ചരക്കെടുപ്പ്. അതിന് വന്ന് നിന്ന് തരാൻ എനിക്ക് മനസ്സില്ല. അടിപൊളി. പോവാം. നീ വരുന്നോ? അയ്യോ അച്ഛൻ വരുന്നില്ലേ? പിന്നെ ഞാൻ കൂടെ. ഇങ്ങക്ക് നാണമില്ലല്ലോ. എല്ലായിടത്തും വലിഞ്ഞു കയറി പോയിക്കോളൂ. പോയിട്ട് വാ. നിന്ന് ചമ്മാതെ പോയി പെനയിൽ കലക്കാൻ നോക്കാം. വെൽക്കം. ഇതാണ് നമ്മുടെ. എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളാം. ഈ ഫ്ലാറ്റ് മുഴുവൻ നമുക്ക് പിള്ളേരെ കൊണ്ട് നിറയ്ക്കണം. അതിന് അരുണേട്ടൻ കൂടി പേരേണ്ടി വരും. അത് വേണ്ട. കല്യാണമാണ്. വരണം. കല്യാണമാണല്ലേ? കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. പിന്നെ പലതവണ ഇതും പറഞ്ഞ് ലീവ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇത്തവണ ഒരു 3 ദിവസം ലീവ് എടുത്തോ. പോയി അടിച്ചു പൊളിച്ചു. പിന്നെ തിങ്കളാഴ്ച തിരിച്ച് ജോയിൻ ചെയ്യണം.
അയ്യോ 3 ദിവസം പറയുമ്പോ ഒന്ന് സെക്കൻഡ് സാറ്റർഡേയും മറ്റേ സൺഡേ അല്ലേ? ആ അത് ശരിയാണല്ലോ. എടാ നിന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ. ഞാനായിരുന്നു നിങ്ങളുടെ ചൊറിച്ചില്. സാർ കല്യാണമാണ് വരണം. Thank you. സുദീപ് സർ കല്യാണമാണ്. ಕಂಗ್ರ್ಯಾಚುಲೇಷನ್ಸ್ ಸ್ವಾತಿ, ಖಂಡಿತ ಬರ್ತೀನಿ. താങ്ക് യു. കുഞ്ഞിക്ക എന്ത് രസമുള്ള ഫോട്ടോസ് അല്ലേ? ജീവിതത്തിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ മിനിമം 2 എണ്ണെങ്കിലും കഴിക്കണം അല്ലേ? അതെ. അരുണേട്ടാ എന്താണ് എപ്പോഴാണ് ഇപ്പൊ കല്യാണം? അടുത്ത മാസം 12. അതിങ്ങ് എത്തിയല്ലോ. അപ്പൊ തുണി മാറുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണത്തിന്റെ ഉണ്ടല്ലോ. അതുകൊണ്ട് അപ്പൊ ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്കാം. ആ ഊതല്ലേ. നീയേ നല്ലൊരു ക്യാമറ എടുത്തിട്ട് വേണം അങ്ങോട്ട് വരാൻ കേട്ടോ. എനിക്ക് ഒരുപാട് വിളിയുള്ളതാ. പോട്ടെ. എടാ ജോബി, 12-ാം തീയതി വേറെ വല്ല പരിപാടി ഉണ്ടോടാ? ഇല്ല കേട്ടോ. ആ എന്നാ ഏതെങ്കിലും ഒന്ന് ബാക്കപ്പിന് പിടിച്ചിട്ടോ. ശരി. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പകുതിക്ക് നിന്ന് പോയതാ. ഫോക്കസ് റെഡിയാക്കില്ല. ഓക്കെ കിട്ടിക്കോ കിട്ടിക്കോ കിട്ടിക്കോ. അങ്ങോട്ട് മാറി നിൽക്കും. നല്ല ജോഡിയല്ലേ ബോസ്? താൻ ആ സെയിൽസ് റിപ്പോർട്ട് മൺഡേ വെക്കാൻ മറക്കണ്ട. ഞാൻ അവരെ അനുഗ്രഹിക്കാൻ പോലെ എന്റെ കല്യാണത്തിന് അനുഗ്രഹിച്ചാൽ മതി. ആ മോളെ ആ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചാൽ ആ വളയുടെ ചടങ്ങ് കഴിഞ്ഞാലേ മോക്കം കൂടെ കയറാലോ അല്ലേ? തിരി ഇങ്ങോട്ട്. സ്ലോ മോഷനില് പതുക്കെ പതുക്കെ കയറ്റിക്കോ. അങ്ങ് തള്ളി കയറ്റിയോട്. ആ തള്ളി കയറ്റിക്കോട്. പണി പാളി. വല്യച്ചി ഇത് മനഃപൂർവ്വം ചെറുത് നോക്കി വാങ്ങിയതായിരിക്കും. സ്വഭാവം കാണിക്കില്ലേ? കേറുന്നില്ലല്ലേ? ആ സോപ്പിട്ട് വെപ്പിച്ചാൽ മതി, കയറിക്കോളൂ. ആ വറ സോപ്പ് നല്ലതാണ്, അതിട്ടപ്പോ അതായി. കുഴപ്പമില്ല മോളെ, സോപ്പിട്ട് വെപ്പിച്ചാൽ മതി, കേറും. കേറി വാ. ഞാനൊന്ന് പൊത്തിക്കോട്ടെ. എന്തായാലും ആ വള കയറാത്തത് വലിയ കഷ്ടായിപ്പോയി. അമ്മ സ്വർണ്ണം എടുക്കാൻ വരാത്തോണ്ടല്ലേ അളവിന് മേടിക്കാൻ പറ്റാതിരുന്നത്. അല്ല ഒരു വള കയറാത്താണോ ഇത്ര വലിയ പ്രശ്നം? അല്ല, നീ തന്നെ ഒരു വള മേടിച്ച് അമ്മയുടെ കയ്യിലിട്ട് കൊടുത്താൽ മതി, അമ്മയ്ക്ക് സന്തോഷാവും. പിന്നൊന്നുമില്ല. ഞാൻ ഒന്നും പറഞ്ഞു തരുന്നില്ല. മിണ്ടാതവിടെ അടങ്ങി കിടന്നോ. മര്യാദയ്ക്കൊന്ന് ശ്വാസം വിട്ട് അപ്പുറത്ത് കേൾക്കും. മിണ്ടി പോരുത്. നിങ്ങളുടെ നാട് കൊള്ളാട്ടാ. പിന്നെ ചുമ്മാതാണോ? അതെ, എനിക്ക് പറ്റിയ സുന്ദരികളായ ക്രിസ്ത്യാനി പെൺകുട്ടികളെ കിട്ടുമോ? പോടാ പോടാ. അതെ, അവന്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നു. എവിടെ? അവൻ ഈ ആദ്യ രാത്രിയിലും ഫേസ്ബുക്കിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്കിൽ മാത്രമേ അപ്ഡേറ്റ് ആയി കാണത്തുള്ളൂ. എന്തുവാടും, തനിക്ക് LP സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുള്ളല്ലേ, കുറച്ചുകൂടി ഡീസൻ്റ് ആയിക്കൂടെ? അങ്ങനെ ആവണേ. ആവല്ലേ ലേ. ചായ വേണമെങ്കിൽ ഞാനുണ്ടാക്കാട്ടോ അമ്മേ. ചായയൊക്കെ ഇട്ടു. ദേ ആ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്ത് അരുണിനും കൂടെ കൊടുത്തേക്ക്. അതെ, നീ കുളിച്ചില്ലായിരുന്നോ? ഇല്ല. ആ മോളെ, ഞങ്ങൾ പഴയ തറവാട്ടുകാരാ. പഴയ ചിട്ടുകളൊക്കെയാ. രാവിലെ എല്ലാവരും കുളിച്ചിട്ടൊക്കെ അടുക്കളയിൽ കയറാറുള്ളൂ.
ആ പുറത്തെ സിങ്കിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. മോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ മതി. മോർണിംഗ്. അതെ, ഇവിടെ അടുത്ത് വല്ല കുളം എന്തെങ്കിലും ഉണ്ടോ? ആ, ഞാൻ പോയി വിസ്തരിച്ച് കുളിച്ചിട്ട് വരാം. നിങ്ങളുടെ അമ്മയ്ക്ക് സന്തോഷായിക്കോട്ടെ. നിങ്ങൾ ഈ അലമാരയുടെ കൊണമതി ആരും പറയാതെ എന്റെ കലണ്ടർ ഇങ്ങോട്ട് എടുക്കുക. പാലിന്റെ കണക്ക് മുഴുവനും അതിൽ എഴുതി വെച്ചേക്കുന്നത്. പിടിക്കും. ഈ സാധനമല്ലേ എന്റെ പട്ടി പിടിക്കും. ആ കലണ്ടർ ഇങ്ങോട്ട് എടുക്കും മനുഷ്യ. ആ പണ്ടാരക്കാലത്ത് ഇതിന്റെ പുറകിൽ ആണയും വെച്ചിട്ടുണ്ടായിരുന്നോ? വല്ല വിഷവും പറ്റിയതായിരിക്കും കേട്ടോ. രാവിലെ തന്നെ അമ്മയാണല്ലോ. ഹലോ. ആ എടാ, നിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ അലമാരയുടെ എന്തോ കൊണ്ടിട്ടില്ലേ? അച്ഛന്റെ കൈ മുറിഞ്ഞു. കുടുകൂടാന്നാ ചോര പോകുന്നേ. ചോര നിൽക്കുന്നില്ല. അയ്യോ, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ അലമാര കൊണ്ട് എന്നാക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ? മനുഷ്യന് നിന്ന് തിരിയാൻ ഇവിടെ സ്ഥലമില്ല. ആ അലമാര എടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ? കൊണ്ടുപോയി കളയാൻ പറ്റുമോ? ഓ, എന്നാ ഞങ്ങൾ എന്നാ ചെയ്യണ്ടെന്ന് നീ പറയുന്നേ? നിന്റെ അമ്മായി അച്ഛൻ മേടിച്ചു തന്ന മുഴുത്ത അലമാരയല്ലേ? നീ അത് ബാംഗ്ലൂർ കൊണ്ടുപോയിക്കോ. ആ അലമാര വലിയ പ്രോബ്ലം അല്ലോ. അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ആ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു വില ഉണ്ടെങ്കിലല്ലേ എന്റെ അലമാരിക്ക് ഉണ്ടാവും. ഇന്ന് മിക്കവാറേ എനിക്ക് ബോണസ് കിട്ടും. ഞാൻ ബോണസ് എന്ന് തന്നെയല്ലേ പറഞ്ഞേ? ഒരു മിനിറ്റ്. ഇത് ടാലി ആവുന്നില്ലല്ലോ. ഇതൊക്കെ വാങ്ങിയതുപോലെ ഈ വീട് മുഴുവൻ ഫർണിഷ് ചെയ്യണം നമുക്ക്. വില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. എനിക്ക് വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം. ഏയ്, അത് വേണ്ട. നമുക്കിങ്ങനെ പതിയെ പതിയെ കല്ലിൻ്റെ മേൽ കല്ല് കയറ്റി വെച്ച് മെല്ലെ ഓരോന്നായിട്ട് വാങ്ങാം. അതാ അതിൻ്റെ ഒരു സുഖം. അമ്മ. ഹലോ അമ്മേ. മോളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം അമ്മേ. ഞങ്ങളിത് ഫർണിച്ചറൊക്കെ വാങ്ങിച്ചു വന്നു. ആണോ? ദേ, അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മേ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഒരു മിനിറ്റ്, ഞാൻ കൊടുക്കാം. ഹലോ അമ്മേ. അമ്മയല്ല, അച്ഛനാ. ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട് മോനെ. നിങ്ങളുടെ ഫ്ലാറ്റും ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാലോ. അച്ഛൻ വന്നോ? പക്ഷേ ഞങ്ങൾക്ക് ലീവൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്നും ലീവാ. അതുകൊണ്ട് ശനി ഞായറും കണക്കാക്കിട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? കല്ലുമ്മേ കല്ല്. എന്ത് ചട്ടി? എന്താടാ? കണ്ടില്ലേ ഇവന്മാർ നമ്മുടെ സ്ഥലം കൈയേറിയിരിക്കണം. നിങ്ങളോട് പല പ്രാവശ്യം ചോദിച്ചാ സ്ഥലം കൊടുക്കുന്നുണ്ടോന്ന്. ചെട്ടി ഇപ്പൊ ഈ സ്ഥലം കയറി. ഞങ്ങളുടെ ബിൽഡിംഗ് പണിയാൻ പോവാ. നല്ല വില തരാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാം. കൊടുക്കണോ? എന്ത് ന്യായോടെ ഞങ്ങളുടെ പറമ്പിക്കര ഉണ്ടാക്കിട്ട് വന്നിട്ട് വേണ്ട. ഞാനും ഇപ്പോഴല്ലേ കാണുന്നത്. കൂട്ടുകാരനാ. വേണ്ട. ഇവിടെ എങ്ങനെയെങ്കിലും ഇറക്കി വിടണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. നമുക്ക് കേസ് കൊടുക്കാം. അല്ല എന്താ കേസൊന്നുമില്ല, നല്ല പെടയെ കൊടുക്കണ്ട്. ഈ തടീനട്ടെ അവനിട്ട് കൊടുക്കാൻ പറ്റൂല. എടാ നീ ഒന്ന് അടങ്ങ്. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഇവരെ ഇറക്കിയിരിക്കും. ബായ്, ഇത് പോതുമാ? ബസ്. ശ്രീറാം ഷെട്ടിയുടെ എന്റെ ഒരു കൊളീഗിന്റെ സ്ഥലം ഇതുപോലെ കയ്യേറിയതല്ലേ?
അവൻ മേടിച്ച സ്ഥലത്ത് അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് അകന്ന ബന്ധത്തിൽപ്പെട്ടവർ രേഖകളൊക്കെ ആയിട്ട് വന്നു. പിന്നെ കേസും കൂട്ടുമൊക്കെ ആയി. കേസിൽ തോക്കുമെന്നായപ്പോൾ കയ്യേറിയവർ ഗുണ്ടകളെ ഇറക്കി. ഫൈനലി കിട്ടിയ കാശിന് സ്ഥലം അവർക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു. ആണോ? ആ, ബാംഗ്ലൂരിൽ പുതിയതായതുകൊണ്ടാണ് നിനക്കതൊന്നും അറിയാത്തത്. ആ സ്ഥലം കിട്ടുന്ന വിലക്ക് കൊടുക്കു ചേട്ടാ. മെറിൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ, എന്തിനാ വെറുതെ വേണ്ടാത്ത പുലിവാലൊക്കെ പിടിക്കുന്നത്? നിനക്കത് പറയാം. ഞങ്ങളിന്ന് വക്കീലിനെ കണ്ടു. പുള്ളി നാളെ കേസ് ഫയൽ ചെയ്യും. ഞങ്ങളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശ് കൊണ്ട് വാങ്ങിയ സ്ഥലമാ. അങ്ങനെ കളയാൻ പറ്റുമോ? ആ, അമ്മയും അച്ഛനും മറ്റന്നാ വരും. ആ, അത് ശരിയാണല്ലോ. അവരെവിടെ കിടത്തും? നമുക്കൊരു ബെഡ് ഇട്ടിട്ട് ഗസ്റ്റ് റൂമിൽ കിടത്താം. എന്നാലും ആ ഷെട്ടിയുടെ ഒരു അഹമ്മതി നോക്കണേ. അച്ഛനും അമ്മയും വരുമ്പോ എന്തെങ്കിലും മേടിക്കണ്ടേ? ഒരു തുണ്ട് ഭൂമി കഷ്ടപ്പെട്ട് മേടിക്കുന്നതിന് അത് പോകുമ്പോഴുള്ള വില അറിയൂ. ആ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ വില എന്താണെന്ന് അറിയോ നിനക്ക്? എനിക്കറിയണ്ട. ആ, അതാ നിന്റെ കുഴപ്പം. അച്ഛനും അമ്മയും വരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് ബസ്സിനാണോ ട്രെയിനിനാണോ വരുന്നത്? അവർ ഇവിടെ വന്നിട്ട് വീട്ടിലോട്ട് എങ്ങനെ വരും? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചേട്ടൻ അന്വേഷിച്ചോ? അത് ശരിയാണല്ലോ. അവര് ട്രെയിനിനാണോ ബസ്സിനാണോ വരുന്നത്? ഇത് ഉണങ്ങുന്നില്ലല്ലോ. നിങ്ങളെ കയ്യിൽ പന്തോ ചുറ്റിക്കൊണ്ടിരുന്നോ? അവരെ ബാംഗ്ലൂർക്ക് പോവുക. ഒടുക്കം നമ്മൾ രണ്ടാം തരക്കാരാകും. ആ ലളിതയില്ലേ ആദ്യ സാമർത്ഥ്യക്കാരിയാ. അയ്യോ, അവരൊന്ന് ബാംഗ്ലൂർ പോകുന്നതിന് നീ എന്തിനാണ് ഈ എഴുതാപ്പുറം വായിക്കുന്നത്? അല്ല, അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മോനല്ലേ. അവന് നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? എടി, നീ എന്നെ ഇങ്ങനെ ചവിട്ടുന്നത് കണ്ടിട്ടില്ലേ അവൻ വളർന്നത്? പിന്നെ അവൻ എങ്ങനെയാണ് ഈ നട്ടലുണ്ടാവുന്നത്? ആഹാ, എന്നിട്ട് അലമാരയുടെ കൈ പോയപ്പം ഞാനല്ലേ ഉള്ളു ഈ പെനോയിൽ കലക്കി തരാൻ. എടി, അത് നിന്റെ പാലിന്റെ കണക്കെഴുതി കലണ്ടർ എടുക്കാനല്ല ഞാൻ ഈ അലമാര ഉണ്ടാക്കിയ ഒരു ഗതികേട്. എടി, അത് കലങ്ങിയില്ലടി. നിങ്ങളുടെ കൈക്കല്ലേ കുഴപ്പമുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നിട്ട് ആ കാലിട്ട് കലക്ക്. ഒരു അലമാരം എന്തൊരു കഷ്ടമാന്ന് പറ. നീ എന്തോന്നാണ് ഈ തേച്ചോണ്ടിരിക്കുന്നത്? മര്യാദക്കിരുന്ന് പഠിച്ചേ. ഇവിടെ ഒരു ബിക്കാനീർ. എന്താടി നിന്റെ ബക്കാടീർ? ആ, കണ്ടില്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്? ആ, പഠിച്ചോണം. അല്ലെങ്കിൽ കണ്ട വീട്ടിൽ പോയി ഇങ്ങനെ കാടിയും കലക്കി ഇരിക്കേണ്ടി വരും. എന്റെ ഗതികേട് വരും നിനക്ക്. നമുക്കൊരു യൂബർ വിളിച്ച് വന്നാ പോരായിരുന്നോ ചേട്ടാ? യൂബർ നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തോണ്ടല്ലേ. പിന്നെ ബാംഗ്ലൂർ വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം അല്ല അച്ഛാ? ആ, റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ദൂരല്ലേ ഇങ്ങോട്ട്? അതെ, പക്ഷെ സ്വാതിക്കതാ സൗകര്യം. പിന്നെ ഓഫീസേ അടുത്താ. എല്ലാവരും ആ അലമാരം ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത് മോശമായിപ്പോയി. നിങ്ങളുടെ ഉപയോഗത്തിനല്ലേ നമ്മളതൊക്കെ വാങ്ങിച്ചു തരുന്നത്. ഞങ്ങൾ വാങ്ങിച്ചു തന്ന അലമാര നാട്ടിലിട്ടിട്ട് പോകുന്നത് ഒട്ടും ശരിയായില്ല. അത് പിന്നെ അച്ഛാ, അത് ഒരു ലോറിയിലൊക്കെ കയറ്റിയും കൊണ്ടുവരണ്ടേ. പോരാത്തതിന് അതിന് ഭയങ്കര ഭാരവും വലിപ്പവും. അതുകൊണ്ടാ. നോക്കി, എന്ത് വലിയ മിസൈലാ ആ ലോറിയിൽ കെട്ടി വിളിച്ചോണ്ട് പോകുന്നത്. അത്രയൊന്നും വരില്ലല്ലോ ഒരു അലമാര. അമ്മയാണല്ലോ. ഹലോ. ആ, ഹലോ അമ്മേ. അരുണില്ലേ ഇവിടെ? അരുണേട്ടൻ കുളിക്കാണല്ലോ. ആ, കുളിച്ചിറങ്ങുമ്പോഴേ ഞാൻ വിളിച്ചെന്നൊന്ന് പറഞ്ഞേക്ക്. ശരി എന്നാ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? സമാധാനമായല്ലോ? ആ, ഇത് അടയുന്നില്ലല്ലോ. അടയുന്നില്ലേ? പറഞ്ഞ പോലെ അടയുന്നില്ലല്ലോ. ഇത് എങ്ങനെ അടയാനാ? നിങ്ങളുടെ സുപ്രമാമ കള്ളും കുടിച്ചൊരു സൂക്ഷ്മത ഇല്ലാണ്ട് കൊണ്ടുവന്നിട്ട്. പിന്നെ മാമന് നീ വെറുതെ ഓരോന്ന് അതും ഇതും പറയണ്ട. മോളെ, മാമന് 4 ഗ്ലാസും കുറച്ച് വെള്ളവും. ഭയങ്കര ദാഹം. അല്ല, 2 നാരങ്ങ പിഴിഞ്ഞ് ചെയ്യണം. ആദ്യം കട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം മതിലും കെട്ടി മാമ. ഇപ്പോഴും ഇവന്മാർക്ക് ഇവിടുന്ന് പോവാറായിട്ടില്ലേ? പൊക്കമില്ല. കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവന്മാർ ഇവിടെ മുഴുവൻ കിട്ടിയേനെ. പൊളിക്കുകയാണെങ്കിൽ ഇപ്പൊ പൊളിക്കണം. പിന്നെ പൊളി നടക്കൂല. ഒടുക്കത്തെ ഉറപ്പാ. എന്റെ പൊന്നങ്കു, ഞാൻ അപ്പളെ ഉമാരത്ത് പറഞ്ഞു. അപ്പൊ ഇവന്മാര് കോടതിയിലും പോലീസിലും പോയിന്ന്. എന്റെ പൊന്നു മാമ, ഇവൻ അല്ലേ തന്നെ വിവരമില്ല. ഇനി മാമൻ കൂടെ കമ്പനി കൊടുക്കല്ലേ? ഏയ്, ഇത് അങ്ങനെ വിട്ടാ പറ്റൂല. അവന്റെ ഒക്കെ കോപ്പിലെ ഗേറ്റ്. ಏನ್ ಮಾಡ್ತಿದ್ಯಾ? ಹೋಯ್ತಾ ಇರೋ
എന്താടാ അവൻ പറയണത്? അത് മാമനോട് ഇറങ്ങി പോടാ പൊന്നാര മോനെ. എടാ, നീ എന്നോടാ ആളോട് വിടണേ. എടാ, വാടാ നീ. എവിടെ കത്തി? വിടണേ. എടാ ജസ്റ്റിനെ, ഇവന്മാരൊക്കെ ഓടിക്കാനുള്ള സാധനം എന്റെ അടുത്തുണ്ടാ. നീ എന്ന് എന്റെ ദണ്ട കണ്ടിട്ടാ കാണിക്കില്ലേ? കാണിച്ചാ വേണ്ട വേണ്ട വണ്ടി കയറി. അരുണേട്ടാ, എന്നെയാണോ? എന്താ സ്വാതി? അതെ, നമ്മുടെ അലമാരി ഇപ്പോഴും അടയുന്നില്ല. നമുക്കത് നന്നാക്കാൻ ഒരു ആശാരിയെ വിളിപ്പിച്ചാലോ? വിളിച്ചിട്ട് ഇപ്പൊ തന്നെ ഒരു ഉളി എടുത്തോണ്ട് വരാൻ പറഞ്ഞാലോ? എന്റെ സ്വാതി, നിനക്ക് ഉറങ്ങാൻ നേരത്ത് വേറെ എന്തെങ്കിലും ഓർത്തൂടെ? ഇത്രയും നാളത് കൊണ്ടുവരാനായിട്ടായിരുന്നു. ഇപ്പൊ കൊണ്ടുവന്നതായോ കുഴപ്പം? അത് സൂക്ഷിച്ചു കൊണ്ടുവരാഞ്ഞിട്ടല്ലേ വാതിൽ പോലും അടയ്ക്കാണ്ട് കൊണ്ടുവന്നേ. ഓ, ഇവിടെ കഴുകി വൃത്തിയാക്കേണ്ടി വരും ഈ തറക്ക് ഇച്ചിരി നിറം കിട്ടാൻ. ദിവ്യ, നീ അച്ഛൻ്റെ അടുത്ത് എന്നിട്ടേ ഇത്തിരി പെനോയിലിങ്ങി മേടിച്ചോണ്ട് വന്നേ. ഓ, ആ അലമാര പോയ പിന്നെയാ വീടിനകത്ത് ഇത്തിരി കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടായത്. ഓ പിന്നെ ആ അലമാര അവിടെ ഇരുന്ന കാലം മുഴുവൻ നിന്റെ തള്ള കൂരിട്ടില്ലല്ലേ ജീവിച്ചോണ്ടിരുന്നത്. അകത്തേക്ക് ചെന്ന് ചോദിക്ക്, എന്നിട്ട് കിട്ടുന്ന മേടിച്ചോ. ഞാനൊന്ന് അപ്പുറം വരെ പോവാ. അമ്മയുടെ പെനോയിൽ കൊടുക്കാൻ മറക്കല്ലേ. എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മനസ്സർ കാണുകില്ലേ. കൂരിട്ടൊക്കെ മാറിയല്ലോ, നന്നായി. മരുമക്കളെ വരുതിക്ക് നിർത്തണം, അല്ലെങ്കിൽ തലേ കയറി. ഈ കുപ്പിയൊക്കെ തീർന്നിരിക്കുക. നീ കോട്ട വാങ്ങിക്കാൻ മറന്നു ഈ മാസം. ഏത് സമയത്ത് ഒരു കുപ്പി, എന്തൊരു മനുഷ്യനായത്. അങ്ങനെ പിടിച്ച പിടിയാലെ ബാംഗ്ലൂർ പോയതുകൊണ്ട് അലമാര അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. ആ മരുമോനെ തുടക്കത്തിലെ പരിധിയിൽ നിർത്തുന്നത് നല്ലതാ. എല്ലാം നിന്റെ മിടുക്ക. അങ്ങനെയാ. ഒന്ന് വേഗം കഴിക്കണ്ട ശ്യാമേ. നിന്റെ ചപ്പാത്തി വറുത്തലൊക്കെ എങ്ങനെ പോണു? അതിനുള്ള യന്ത്രം മേടിക്കാൻ പോവാ. ആ എടാ, എന്താടാ അലമാര കൊണ്ടുവന്നിട്ട് നിന്റെ മുഖത്തൊരു പ്രസാദം ഇല്ലാത്തത്? ഒന്നും പറയണ്ട. ആ അലമാര കൊണ്ടുവന്നപ്പോ പറഞ്ഞു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പുതിയ പ്രശ്നം. ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളാ കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത്. ഇനി കുറെ കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. അതെന്താ? അപ്പൊ പിന്നെ ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഒന്ന് പോയിന്റെ പ്രസാദേ. എടാ, ഇതാ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് നീ വെച്ചോ. ഞാൻ മിക്കവാറും നാട്ടിലൊന്ന് പോകും. അപ്പോ ഇനി വക്കീലെങ്ങാനും വിളിച്ചാല് നീ ഏൽപ്പിച്ചാൽ മതി. പിന്നെ നമ്മുടെ അവിടുത്തെ വർക്കൊക്കെ പോലീസുകാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നീ ആനുവൽ പാർട്ടിക്ക് വരില്ലേ? പിന്നെ എടാ, നിനക്ക് സ്വാധിക്ക് വേണ്ടിയിട്ട് എന്തോമാര് അവിടെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടി തന്നെ ഞാൻ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുക. ട്രെയിനിങ് ബോംബെയിലാണമ്മേ, ഒരാഴ്ചത്തെ. അയ്യോ, പോവാതിരിക്കാൻ പറ്റില്ല. അല്ല, ആദ്യത്തെ ട്രെയിനിങ് തന്നെ കല്യാണം കാരണം മിസ്സായതല്ലേ? ഇല്ല അമ്മേ, ആശാരിനെ ഒന്നും വിളിച്ചിട്ടില്ല. ശരി അമ്മേ, അങ്ങോട്ട് വന്നു, ഞാൻ പിന്നെ വിളിക്കാം. താങ്ക് യു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ട്രെയിനിങ്ങിന് പോയ എന്റെ കാര്യങ്ങൾ ആരും നോക്കൂടി? അയ്യോടാ. അയ്യോടാ. ചായ എടുക്കട്ടെ? എന്നതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്താ എന്തുപറ്റി? എടി, ആശാരി മൂശാരി ഒന്നും വേണ്ട കേട്ടോ. ഒരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. നിനക്ക് അത് ആദ്യം കൊടുത്തൂടെ? അങ്ങനെ ഇപ്പൊ ചവിട്ടി അടയ്ക്കണ്ട. എന്തൊക്കെയായാലും ഈ അലമാരയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ചവിട്ടല്ലേ? ചവിട്ടുന്നില്ല. ഫോൺ 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 ഫോൺ. ഫോൺ വന്നത് നിന്റെ ഭാഗ്യം. ഹലോ. ഹലോ, എന്താടി? ഞാൻ ബാംഗ്ലൂർ എത്തി. എപ്പോ? ഇന്ന് രാവിലെ. ആ, എന്നാ നീ നേരെ ഇങ്ങ് പോരെ? വേണ്ട, ഞാൻ സന്ധ്യയുടെ കൂടെ നിന്നോളാം. എന്തിനാടി നീ വേറെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി താമസിക്കുന്നേ? എക്സാമിന് പോവാൻ അതാ എളുപ്പം. എന്തെങ്കിലുമൊക്കെ ചെയ്. ഞാൻ ഇവിടെ നിന്നോളാം. എന്നാ നീ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വാ. ദിവ്യ ബാംഗ്ലൂരിൽ ഏതോ എക്സാം എഴുതാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. പക്ഷെ ഏതോ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടാ താമസിക്കുന്നത്. അവളെങ്ങനെ ഇങ്ങോട്ട് വരാനാ?
അവളുടെ ചേട്ടൻ്റെ കൂടെ ഇപ്പൊ രാക്ഷസിയല്ലേ താമസിക്കുന്നത്. നോയിക്കോ, ഇത് സന്ധ്യയുടെ കൂടെ താമസിക്കാനാ പോകുന്നത്. എന്നിട്ട് അവൾ അത് ദിവ്യ ഇവിടെ വന്നിട്ട് എന്റെ കൂടെ താമസിച്ചില്ലെന്ന് പാടി നടക്കും. എടി, എന്റെ അനിയത്തി എന്റെ കൂടെ താമസിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാണക്കട എനിക്കല്ലേ? അത് ഞാനങ്ങ് സഹിച്ചു. സഹിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലോ. മനുഷ്യന് ദേഷ്യം വരിക. എന്തൊരു കഷ്ടം. ചവിട്ടരുതല്ലേ. ഇതില് വലിയ അത്ഭുതമൊന്നുമില്ല. ഓരോ വീട്ടിലും ആൾക്കാർക്ക് ഒരു കാര്യമില്ലാതെ മെക്കിട്ട് കയറാൻ എന്നെ പോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാവും. Combine tomorrow evening 3 o'clock. Okay, sir. Shama is doing the function 7 o'clock. എടാ, ഞാനേ ഒരു 7:30 ആകുമ്പോൾ ലീല പാലസിലെത്താം. ഓക്കെ? സ്വാതി. ആ, എന്തു പറ്റിയടി? മുഖം കടന്നൽ കുത്തിയ പോലെ ഉണ്ടല്ലോ. എന്തു പറ്റിയടി? എടി, അവക്ക് ഇങ്ങോട്ട് വരാനല്ലേ സമയമില്ലാത്തുള്ളൂ. ബാംഗ്ലൂർ കറങ്ങി നടക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എന്നെ ചെന്നൈയിൽ നിന്ന് റിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ദിവ്യയും തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയാൻ. ഞാനിപ്പോൾ അവളെ വിളിക്കാറില്ല, നമ്മൾ നാട്ടിൽ പോവാറില്ല. ഞാനെന്തോ ചേട്ടനെ സാരിത്തുമ്പി കെട്ടിയിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവളുടെ ചേട്ടന്റെ ഭാര്യയല്ലേ? അത്രേ ഉള്ളോ? ഞാൻ അവളെ വിളിച്ച് പറഞ്ഞോളാം. നീ ഒന്ന് റെഡിയാവും, നമുക്ക് പാർട്ടിക്ക് പോവാം. ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ അവിടെ ഒരുങ്ങി കെട്ടി വന്നിക്കാൻ. സ്വാതി പ്ലീസ്, ആനുവൽ ഡേ ഫംഗ്ഷനാണ്. ഞാൻ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പറയാതിരുന്നതാ. സർപ്രൈസ് അനിയത്തി വന്ന് തന്നല്ലോ. സർപ്രൈസ് എല്ലാവരും നിന്നെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ അവരോടൊക്കെ എന്തു പറയും? ഞാൻ വരുന്നില്ല, അത് തന്നെ. നീ വരാതെ പിന്നെ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോവും? എങ്ങനെയാലും പോ. ഈ ദിവ്യയുടെ ഒരു കാര്യം, ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ. നീ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇതിനൊന്നിനും പോരായിട്ട് അതിൻ്റെ ഇടയിലുള്ള അലമാരയും കൂടെ. ഇനി എന്റെ അലമാരിൽ എന്തെങ്കിലും വെക്കാൻ ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം ഞാൻ. ഓ ദൈവമേ, കൈയും കാലും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടി രക്ഷപ്പെടാമായിരുന്നു.